ഒരു കേരള കസവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബാലരാമത്തിന്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കേരള കസവ് സാരി എടുക്കുവാണെങ്കിൽ എല്ലാ ഇപ്പോൾ കാഞ്ചീപുരം സാരി ആയാലും വേണം, ഫ്രണ്ടും ബാക്കും കാണും. വി ഡോണ്ട് ഹാവ് ദാറ്റ്. ഒരേപോലെ തന്നെയാണ് ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും എല്ലാം ഉണ്ടോ. അത് നമ്മുടെ മാത്രം ഒരു വീവിംഗ് സ്പെഷ്യാലിറ്റി ആണ്. ഹാൻഡ്ലൂമും പവർലൂമും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ മേക്കിംഗ് പ്രോസസ് തന്നെ ഡിഫറെന്റ് ആണ്. പിന്നെ യൂസ് ചെയ്യുന്ന കസവിന്റെ ക്വാളിറ്റി, ആ ഒരു ഒറിജിനൽ എന്ന് പറയുന്ന ആ സാധനം പ്യുവർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗോൾഡിൽ ചെയ്തെടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഡെഫിനറ്റ്ലി കാണും. പിന്നെ അതിന്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ ഉണക്ക് പാവ് എന്ന് പറയുമ്പോഴത്തേക്കും റൈസ് സ്റ്റാർച്ചിൽ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്ത് സ്ട്രീറ്റ് സൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഹാൻഡ്ലൂം ചെയ്യുന്നത്. പവർലൂമിൽ പറയുമ്പോൾ അത് സിന്തറ്റിക് സ്റ്റാർച്ച് ആവും, ആനിമൽ ഫാറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ്ലി ഉണ്ടാക്കുന്നത്. അത് ഈ നമ്മുടെ ഓർഗാനിക് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ഈ റൈസ് സ്റ്റാർച്ച് അതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കേരള സാരി അതൊന്ന് നിവർത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ഭയങ്കര ഡെലിക്കേറ്റ് ആൻഡ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സീ ത്രൂ അപ്പിയറൻസ് ആണ്. ഒരു നല്ലൊരു ഷിമറിനെസ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ വെറും കോട്ടൺ ആണെങ്കിൽ പോലും, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ കസവ്, പക്ഷെ കോട്ടൺ ആണെങ്കിൽ പോലും ആ ഒരു ത്രെഡിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും.